നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, ഇടതുപക്ഷത്തിൻ്റെ പരാജയം ഇപ്പോൾ വലിയ ഗ്രൂപ്പ് തർക്കങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും CPM-ൻ്റെ അടിത്തറ ഇളകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്നു. ഇപ്രാവശ്യം കേഡറുകൾ തന്നെയാണ്, തീർച്ചയായും കേഡറുകൾ തന്നെയാണ് CPM-നെ പരാജയപ്പെടുത്തിയതെന്ന് നമുക്കെവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മനസ്സിലാകാത്തവരാണ് CPM-ൽ എന്നുള്ളതാണ്. പരാജയ കാരണം വിലയിരുത്തും, അതിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളും എന്നൊക്കെ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം മൗനം വെടിഞ്ഞുകൊണ്ടൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ന്യൂനപക്ഷ ഏകീകരണം കൊണ്ടാണ് എന്നാണ് പറയുന്നത്. പക്ഷേ പാർട്ടിക്ക് പറ്റിയ തെറ്റുകൾ തിരിച്ചറിയാതെ ന്യൂനപക്ഷ ഏകീകരണം എന്ന ഒറ്റ കാരണം കൊണ്ട് മുമ്പോട്ട് പോയാൽ എങ്ങനെയാകും ഇനി CPM-ൻ്റെ ഭാവി? CPM-ൻ്റെ ഭാവി വലിയ അനിശ്ചിതത്വത്തിലാണ്. അതിലേക്ക് വരാം. അതിനുമുമ്പ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ കാരണങ്ങളെക്കുറിച്ചുള്ള ചർച്ച പാർട്ടിക്കുള്ളിൽ ഒരു ഏകീകൃത രീതിയിലല്ല. ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഒരിക്കലും ഭരണപരാജയം എന്ന് സമ്മതിക്കാൻ തയ്യാറല്ല. ഒന്ന്. രണ്ട്, വ്യക്തിപരമായി തനിക്ക് നേരിട്ട അല്ലെങ്കിൽ താൻ ചെയ്ത പിഴവുകളാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് എന്നും അദ്ദേഹം സമ്മതിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അദ്ദേഹം പറയാതെ പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു വർഗീയ ശക്തികളുടെ, മുമ്പൊക്കെ CPM അത് അങ്ങനെ വളരെ തുറന്നു പറയും. അവർ വർഗീയ ശക്തികൾ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് കൂട്ടരെയാണ്. ഒന്ന്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വർഗീയമായിട്ട് സംഘടിക്കുന്നു. മറ്റൊന്ന്, RSS-ഉം BJP-യും ചേർന്ന് ഹിന്ദുക്കളെ പാർട്ടിക്കെതിരാക്കുന്നു. ഇങ്ങനെ ജാതി മത വർഗീയ ശക്തികളുടെ ധ്രുവീകരണം കൊണ്ട് CPM തോറ്റു. ഇതാണ് അവരുടെ ഒരു നരേറ്റീവ്. പക്ഷെ ഇക്കുറി അതങ്ങനെ പറയാൻ തയ്യാറല്ല. കാരണം എന്താന്ന് വെച്ചാൽ പാർട്ടിയുടെ അടിത്തറ, പാർട്ടിക്ക് 20% വോട്ടുണ്ട് എന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്ക് ഇളക്കം തട്ടിയിരിക്കുന്നു. അത് മറ്റാരെക്കാളും നന്നായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ആ അടിത്തറയിൽ വിള്ളലുകൾ വീണു എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തെ കൊണ്ട് അത്ര രൂക്ഷമായ ഈ ജാതി മത വർഗീയ ധ്രുവീകരണം എന്ന ആ ഒരു നരേറ്റീവ് സംസാരിപ്പിക്കാതിരിക്കുന്നത്. പകരം ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി. നോക്കൂ, ആ വാക്കുകളിൽ തന്നെ വലിയ മാറ്റം വന്നിരിക്കുകയാണ്. നേരത്തെ മാധ്യമങ്ങൾക്കുണ്ട്, UDF, BJP, മാധ്യമങ്ങൾ എല്ലാവർക്കും പ്രശ്നമുണ്ട്. അല്ല, എല്ലാവർക്കും പ്രശ്നം, അവരെല്ലാം കൂടിയാണ് തോൽപ്പിച്ചത്. അതെ, മാധ്യമങ്ങളെ ഇതിൽ പെടുത്തുന്നുണ്ട്. അല്ല, മാധ്യമങ്ങളുടെ കാര്യം നമുക്ക് പ്രത്യേകം പറയാം. ഞാൻ ആദ്യം ഈ മതന്യൂനപക്ഷങ്ങളുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അവിടെ നോക്കൂ, പിണറായി വിജയന്റെ ഭാഷയിൽ ഒരു ശുദ്ധി വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സിനിമയിലൊക്കെ മോഹൻലാൽ പറയുന്ന പോലെ, പിന്നെ ശേഖര നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു എന്ന് മുണ്ടക്കൽ ശേഖരനോട് പറയുന്നത് പോലെ ഇവിടെ നമ്മുടെ സഖാവ് പിണറായി വിജയന്റെ ഭാഷയിൽ ഒരു ശുദ്ധീകരണം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ശുദ്ധി വന്നിരിക്കുന്നു. ഈ പരനാറി, നികൃഷ്ട ജീവി ഒക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം കുറെ കൂടെ ജാതിമത വർഗീയ ധ്രുവീകരണം എന്ന് പറയുന്നതിന് പകരം ആ മത ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം സംഭവിച്ചിരിക്കുന്നു. ശരിയാണ്, കൃത്യമായും മതന്യൂനപക്ഷങ്ങൾ ഏകീകരിക്കപ്പെട്ടു. ആ ഏകീകരിക്കപ്പെട്ടത് CPM-ന് അനുകൂലമായിരുന്നെങ്കിൽ, LDF-ന് അനുകൂലമായിരുന്നെങ്കിൽ അതെല്ലാം മതനിരപേക്ഷതയുടെ അക്കൗണ്ടിൽ വന്നു. ഇതിപ്പോൾ അത് UDF-ന് പോയതുകൊണ്ട് അത് മതനിരപേക്ഷതയുടെ അക്കൗണ്ടിൽ വന്നില്ല. പകരം ഈ മതന്യൂനപക്ഷ ഏകീകരണം CPM-നെതിരായി. നേരത്തെ ആണെങ്കിൽ ഇവർ പറയുക, ഈ പറഞ്ഞതുപോലെ ഇത് ജനാധിപത്യ മതേതര മതനിരപേക്ഷതയെ തകർത്തു എന്ന് പറയും. ഈ ഏകീകരണം UDF-ന് അനുകൂലമായിട്ട് വരുമ്പോൾ, ഇവർക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ അത് മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ വിജയം. എന്തായാലും അത്രയ്ക്ക് അങ്ങോട്ട് പച്ചയ്ക്ക് ഇപ്പം പറയുന്നില്ല. കാരണം കിട്ടിയ അടി അത്ര കനത്തതാണ്. ഈ നമ്മൾ തലയ്ക്ക് അടി കൊണ്ട് ഇങ്ങനെ തല കറങ്ങിയിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അത് മാറാൻ 3 ദിവസം എടുത്തു. കാരണം പിണറായിയിലെ പരാജയം 3 അല്ല 30 അല്ല 300 ദിവസം എടുത്താലും ഇതിൽ നിന്നൊരു മോചനം സഖാവ് പിണറായി വിജയൻ ഉണ്ടാകുമെന്ന് കരുതണ്ട. കാരണം ഇതിന്റെ തുടർ പ്രഹരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് വരാം. മാത്രമല്ല, ഈ ധർമ്മടത്തെ 6 റൗണ്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ പക്ഷെ അതിൽ നിന്ന് പോലും പിണറായി വിജയൻ പാഠം പഠിക്കുന്നില്ല. തൻ്റെ സ്വഭാവം കൊണ്ടാണ്, തൻ്റെ പെരുമാറ്റം കൊണ്ടാണ്, തൻ്റെ ഭരണത്തിന്റെ മോശാവസ്ഥ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായിട്ടുണ്ടാവും, പുറത്തു പറയാനുള്ള ബുദ്ധിമുട്ടുകൾ പറയാതിരിക്കും. അത് മനസ്സിലായാലും പ്രയോജനമൊന്നുമില്ല. ഇനി പിണറായി വിജയൻ അതിൽ നിന്ന് മാറാൻ കഴിയില്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ശ്രീല പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ഒരു ചൊല്ലുണ്ടല്ലോ, ഞാൻ പിന്നെ അത് പറയുന്നത് ശരിയല്ല. ഈ പട്ടിയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും
കുഴൽ ഉരുമ്പോൾ അത് നിവരില്ല, അത് വളഞ്ഞേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇതൊക്കെ. ഇരിക്കട്ടെ. അപ്പോൾ മത ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം നോക്കൂ, പിണറായി വിജയൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അപ്പുറത്ത് LDFന്റെ കൺവീനർ പറഞ്ഞത് എന്താ? അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ്. TP രാമകൃഷ്ണൻ പറയുന്നത് നോക്കൂ, പേരാമ്പ്രയിൽ അദ്ദേഹം എന്തുകൊണ്ട് തോറ്റു എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങനൊന്നില്ല, മതന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം സംഭവിച്ചിട്ടില്ല, ഭരണവിരുദ്ധ വികാരം. അതായത് CPM-ൽ വളരെ കൃത്യമായിട്ട് ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയന്റെ തലയ്ക്ക് തന്നെ വയ്ക്കണം എന്ന് പാർട്ടിയിൽ ഒരു വലിയ വിഭാഗം ആൾക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. അത് പാർട്ടിയിൽ മാത്രമല്ല, മുന്നണിയിലും അങ്ങനെ തന്നെയാണ്. അത് ശരിക്കും നമുക്ക് പോലും മനസ്സിലാവുമ്പോൾ അത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര നല്ല നല്ല നേതാക്കന്മാർ, നല്ല നേതാവ് എന്ന് പറഞ്ഞാൽ CPM-ന് സുരേഷ് കുറുപ്പ് ഉണ്ടായിരുന്നു, കണ്ണൂരിൽ നോക്കിയ P ജയരാജൻ, EP ജയരാജൻ, ഇവരൊന്നും പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ്. KK ശൈലജ ഒരു ഇമേജുമായി 30,000 വോട്ടൊക്കെ വിജയിച്ചു വന്നു, അടുത്ത തവണ 50,000 ഉയർത്തും എന്ന സ്ഥിതി വന്നപ്പോഴാണ് KK ശൈലജയെ മന്ത്രിയാക്കാതെ KK ശൈലജയെ വടകരയിൽ മത്സരിപ്പിച്ചു, അവിടെ തോറ്റു, വീണ്ടും ഇപ്പോ പേരാവൂരിൽ മത്സരിപ്പിച്ച് തോറ്റു. അതായത് ഒരു ഇമേജ് ഉണ്ടാക്കി എടുക്കുകയാണ്. ആ 30,000 എന്ന ഇമേജ് ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇവർ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്, ഏറ്റവും ജനപ്രിയയായ നേതാവായിരുന്നു എന്നതിനെ ഇപ്പോ 2 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു ജനപ്രിയതയും ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം എത്ര കൃത്യമായിട്ടാണ് പിണറായി വിജയൻ അതൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്. കൃത്യമായ എനിക്ക് തോന്നുന്നു KK ശൈലജ പറയുകയും ചെയ്തു കേട്ടോ. അജണ്ടയുടെ മറുപുറം നമ്മൾ വായിക്കും. അതായത് ഞാനും മരുമോനും 41 കള്ളന്മാരും, മറ്റേ അലിബാബയും 41 കള്ളന്മാരും എന്ന് പറയണതല്ല, ഞാനും മരുമോനും പിന്നെ 41 പേരും. അതിന്റെ ആവശ്യം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പിണറായി വിജയൻ വളരെ രഹസ്യമായി കരുക്കൾ നീക്കി പാർട്ടിയെ കൊണ്ടുപോയി. ഇതിപ്പോ പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പരാജയം പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് ഇതൊക്കെ വിളിച്ചു പറയാനുള്ള കരുത്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലക്ഷന് മുമ്പ് തന്നെ സംഭവിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും പിന്നെ G സുധാകരനും ഐഷ പോറ്റിയും ഒക്കെ എതിർത്ത് രംഗത്ത് വന്നത്. അതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം LDFന്റെ യോഗം ഉണ്ടായിരുന്നു. അവിടെയും അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. പിണറായി വിജയനെ ആണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. സാധാരണ നമുക്കറിയാം, ഈ പൊട്ടക്കുളത്തിൽ പുളവൻ പണിയുന്നത് എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഈ CPI സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഇത് ഈ എന്താ പറയാ, മണ്ണിരയാണ്. ആ മണ്ണിര മൂർഖനെ പോലെ പത്തി വിടർത്തി ആടാൻ തുടങ്ങുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ LDF യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനം പിണറായി വിജയനെതിരെ ഉയർന്നത്. എന്താണ് ഉയർന്നത് അതുകൂടി നമ്മൾ അറിയണം. പല മാധ്യമങ്ങളും ഇതത്ര കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. അവിടെയും ഇവിടെയൊക്കെ തൊട്ടും തൊടാതെയൊക്കെ ചിലത് പറഞ്ഞു. പക്ഷേ വളരെ കൃത്യമായിട്ട് CPI ചൂണ്ടിക്കാണിച്ചത് LDF യോഗത്തിൽ, അതായത് ഭരണം ഉണ്ടായിരുന്നപ്പോൾ LDF യോഗം കൃത്യമായിട്ട് ചേരും, മുഖ്യമന്ത്രി പങ്കെടുക്കും, അവിടെ വരും, ചായ കുടിക്കും, പിന്നെ വട കഴിക്കും, കൈ കൊടുത്ത് പിരിയും. ഭരണത്തെക്കുറിച്ച് വിശകലനം ചെയ്തിട്ടില്ല, ഭരണത്തിലെ വീഴ്ചകൾ ചർച്ച ചെയ്തിട്ടില്ല, ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല, നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ പുരോഗതിയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. അവിടെ വരുന്നു, മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് ചായ കുടിക്കുന്നു, വട കഴിക്കുന്നു, കൈ കൊടുത്ത് പിരിയുന്നു. ഇതാണ് പരാജയത്തിന്റെ കാരണം. മറിച്ച് ഇതൊക്കെ ചർച്ച ചെയ്ത് വേണ്ട തിരുത്തലുകൾ വരുത്തിയിരുന്നെങ്കിൽ ഇത്രയും മാരകമായ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വരില്ല എന്ന് CPI നേതാക്കൾ വ്യക്തമായിട്ട് പറയുന്നു. ഇത് LDF യോഗത്തിൽ പറഞ്ഞതാണ്. അത് മാത്രമല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ CPIയുടെ MP, രാജ്യസഭാ MP എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടുള്ളത് CPIയുടെ രാജ്യസഭാ MP CPM-ന്റെ MP-മാർ എന്തു പറയുന്നോ അത് ആവർത്തിക്കും. മാത്രമല്ല, പുട്ടിന് പീര എന്ന പോലെ BJPയെ കുറെ ചീത്ത പറയും. നരേന്ദ്രമോദി, അതിനു മുമ്പായിരുന്നെങ്കിൽ വാജ്പേയി, ഇങ്ങനെ ഇതല്ലാതെ അവർക്ക് വേറെ ഒന്നും ജോലിയില്ല. ഇപ്പോൾ അവരുടെ MP രംഗത്ത് വന്നിരിക്കുകയാണ്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കരുത്, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് കൂടി വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് പിണറായിക്ക് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നാണ് CPI പറയുന്നത്. അങ്ങനെ കാരണം അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ ഇപ്പോൾ 3 സീറ്റുകൾ ഒഴിവ് വരികയാണ് 2027 രാജ്യസഭയിലേക്ക്. അതായത് 3 ഇടതുപക്ഷ MP-മാരാണ്. A റഹീം, പിന്നെ ബ്രിട്ടാസ്, പിന്നെ ഇയാള് സന്തോഷ് കുമാർ, CPIയുടെ.
ഈ 3 പേരും വരുന്ന ഒഴിവുകളിലേക്ക് ഇനി ജയിപ്പിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ 2 പേരെ സുഖമായിട്ട് UDF ജയിപ്പിക്കാം. 3-മനെ ജയിപ്പിക്കാനുള്ള ഇതില്ല. 30 വോട്ടേ കയ്യിലുള്ളൂ. 30 MLA-മാരുടെ വോട്ടേ ബാക്കി വരുള്ളൂ. 36 വേണം ജയിക്കാൻ. CPM-നാകട്ടെ 35 ഉള്ളൂ. അതും CPM-നല്ല, ക്ഷമിക്കണം, LDF. CPM പ്ലസ് 26 CPM, അല്ല 25 CPM, 9 CPI, 1 RJD. അപ്പൊ ഈ 35 പേരെ വെച്ച് എങ്ങനെ രാജ്യസഭയിലേക്ക് ആളെ വിടും? ഇതാണ് ഈ ഒരു തിരിച്ചടിയാണ് CPI-യെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത്. CPI വെറുതെ പറയുന്നതല്ല. CPI എന്ന പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. അവരെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരിപ്പോൾ 14 ലക്ഷത്തിൽ ചില്ലാനോ വോട്ട് അവർ സമാഹരിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എത്ര വോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. CPM-ന്റെ പച്ചയിലാണ്. പറയാൻ പേര് പോലും ഉണ്ടായിരുന്നില്ല. ആകെ ഈ 2 മന്ത്രിമാര് ജയിച്ചു, പ്രസാദും അനിൽ. അത് CPM-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട. ചേർത്തലയിലാകട്ടെ നെടുമങ്ങാടാകട്ടെ CPM ഇല്ലാതെ ഇവർക്ക് ജയിക്കാൻ പറ്റില്ല. നോക്കൂ, അവിടെ BJP ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് നെടുമങ്ങാട് 39,000 വോട്ട് പിടിച്ചു. യുവരാജ് ഗോകുൽ അവിടെ ചേർത്തലയിലും മോശമല്ലാത്ത പ്രകടനമാണ്. നല്ല എന്താ പറയണ്ട, ഒരു ഫൈറ്റ് കൊടുക്കാവുന്ന തരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും BJP അഭിമാനം സംരക്ഷിച്ചു. പഴയതിൽ നിന്ന് പുറകിലേക്ക് ആദ്യത്തെ മത്സരമാണ് യുവരാജ് ഗോകുലിന്റെ. ബാക്കിയുള്ളവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വാർഡിൽ പോലും മത്സരിക്കാത്ത ആദ്യത്തെ മത്സരമാണ്. അതിൽ അത്രയും വോട്ട് നേടിയത് അത്രയും വോട്ട് നേടിയത് ചെറിയ കാര്യമല്ല. അത്രയും വോട്ട് നേടിയെന്ന് പറഞ്ഞാൽ ബേസിക്കലി BJP-ക്ക് അവിടെ അത്രയും വോട്ട് കിട്ടാനുള്ള അർഹതയുണ്ട്. പക്ഷെ അത് പോകാതെ നിലനിർത്താൻ കഴിഞ്ഞത് അതാണ് ഞാൻ പറയുന്നത്. അതാണ് പോയിന്റ്. അതായത് VV രാജേഷ് അവിടെ മത്സരിച്ചപ്പോൾ ഏതാണ്ട് ഇത്രയും തന്നെ വോട്ട് പിടിച്ചു. എനിക്ക് തോന്നുന്നു 38,000 എന്തോ ആയിരുന്നു VV രാജേഷ് പിടിച്ച വോട്ട് 2016. അന്ന് തന്നെ സത്യത്തിൽ ഈ രാജേഷുമായിട്ട് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ അന്ന് ഞാൻ രാജേഷിനോട് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, താങ്കൾ ഇനിയും നെടുമങ്ങാട് മത്സരിച്ചാൽ വലിയ ഭാവിയുണ്ട് എന്ന്, താങ്കൾക്ക് അവിടെ നിന്നൊരു MLA ആകാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ 2021 രാജേഷ് അല്ല അവിടെ മത്സരിച്ചത്. രാജേഷ് വട്ടിയൂർക്കാവിലേക്ക് മാറുകയും അവിടെ നമ്മുടെ അഡ്വക്കേറ്റ് പത്മകുമാർ മത്സരിക്കുകയും ചെയ്തു. ഫലത്തിൽ എന്താ സംഭവിച്ചത്? വോട്ട് വലിയ രീതിയിൽ കുറഞ്ഞു. ഏതാണ്ട് ഒരു 10,000 വോട്ട് കുറഞ്ഞു. ഇപ്പോൾ യുവരാജ് ഗോകുൽ വന്നപ്പോൾ അത് രാജേഷ് പിടിച്ച വോട്ടിൽ നിന്ന് 1,000 വോട്ടെങ്കിലും കൂടുതൽ പിടിക്കാൻ സാധിച്ചു. അത് അതായത് 2016 സാഹചര്യം തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. ഇനി അവിടെ നിന്ന് വളർന്നാൽ, അവിടെ BJP കൃത്യമായിട്ട് നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും MLA അവിടെ നിന്ന് ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. പക്ഷെ അത് എത്രത്തോളം അതൊക്കെ എനിക്ക് അറിയില്ല. BJP ആയതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നമ്മുടെ വിഷയം അതല്ല. അപ്പൊ ഇവിടെ CPI ഈ ഞാഞ്ഞൂലിനും ധൈര്യമോ എന്ന് ചോദിക്കുന്നത് പോലെ CPI വരെ എടുത്തു കൊടുക്കാൻ CPM-നെ എടുത്തുകൊടുക്കാൻ തുടങ്ങി. പിണറായി വിജയനെ എടുത്തുകൊടുക്കാൻ. ഈ പരമശിവന്റെ കഴുത്തിലിരുന്ന് ശംഖുവരയൻ ഗരുഡനെ വെല്ലുവിളിക്കുന്നത് പോലെ. അതായത് ഈ പരാജയം CPM-നെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അത്ര വലിയ പ്രതിസന്ധിയിലാണ്. പാർട്ടിക്കുള്ളിൽ കനല് മൂടിക്കിടന്ന വിഭാഗീയത ജ്വലിച്ച് പുറത്തേക്ക് വന്നു തുടങ്ങി. ഒരു വശത്ത് കൃത്യമായി പരാജയത്തിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം പിണറായി വിജയന്റെ തലയ്ക്ക് കെട്ടിവെക്കുക എന്നൊരു അജണ്ട ഒരു വശത്ത് പാർട്ടിക്കുള്ളിൽ അതിശക്തമായി നിലകൊള്ളുന്നു. അത് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. അത് പാർട്ടിയിൽ മാത്രമല്ല മുന്നണിയിലും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന്. കൂടാതെ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഈ CPM ഇക്കുറി കഴിഞ്ഞ തവണ മത്സരിപ്പിച്ച നിരവധി ചെറുപ്പക്കാരെ തവണ മാറ്റി നിർത്തി. സ്വരാജ്, ഷംസീർ, അങ്ങനെ തുടങ്ങി നിരവധി ചെറുപ്പക്കാരെ അതെല്ലാം മരുമകന് വേണ്ടിയാണ് പാർട്ടി മാറ്റി നിർത്തി. ഇതൊക്കെ ഇത് സത്യത്തിൽ പാർട്ടിയുടെ തീരുമാനമാണോ പിണറായി വിജയന്റെ തീരുമാനമാണോ? പിണറായി വിജയന്റെ തീരുമാനമാണ്, സംശയമില്ല. വെട്ടിയ സമാനമായ രീതിയിലാണ് ഈ ഇവരെ രണ്ടുപേരും വിട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ല, അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഗുണമുണ്ട്. തോറ്റ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നുകൂടിയില്ല. ഇപ്പം BJPക്ക് ഒരു 10 പ്രാവശ്യം 20 പ്രാവശ്യം തോക്കുന്ന പോലല്ല. CPM-നെ സംബന്ധിച്ച് 2-3 തവണ തോറ്റു കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ ഭാവി അത് ബാധിച്ചേനെ. ഒരു പക്ഷേ അനിശ്ചിതത്വത്തിലാണ്. ഒന്നാമത് തോറ്റ് അനിശ്ചിതത്വത്തിലാണ്. അപ്പൊ ഇനി ഒരു തോൽവി
നിലമ്പൂര് തോറ്റു, അടുത്ത തോൽവി കൂടി വീണ്ടും ഒരു തോൽവി കൂടി വന്നില്ല. അത് ഒരുപക്ഷെ സ്വരാജിന് അത് ഗുണം ചെയ്തു എന്നാണ് എന്റെ വിചാരം. പക്ഷെ ഷംസീറിനെ അത് വലിയ രീതിയിൽ, ഷംസീർ കൊള്ളാവുന്ന, ഷംസീർ എന്നുള്ളതല്ല, തലശ്ശേരിയിൽ CPM അല്ലാതെ മറ്റൊരാൾ ജയിക്കില്ല. ഈ പറഞ്ഞതുപോലെ ധർമ്മടത്ത് CPM അല്ലാതെ മറ്റൊരാൾ ജയിക്കില്ല. ഇവിടെ കൂത്തുപറമ്പിൽ CPM അല്ലാതെ മറ്റൊരാൾ ജയിക്കില്ല, അല്ലെങ്കിൽ CPM തോറ്റു കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള പാർട്ടി ഗ്രാമങ്ങൾ തിങ്ങി നിറഞ്ഞ നിയമസഭാ മണ്ഡലങ്ങളിൽ ഷംസീർ അല്ല ആര് നിന്നാലും ജയിക്കും. ഇക്കുറി എന്തുകൊണ്ട് ഷംസീറിന് കൊടുത്തില്ല? ഷംസീർ രണ്ട് ടേമായിട്ട് ജയിച്ചു വരുന്നു. 2011 ഷംസീർ അല്ലല്ലോ തലശ്ശേരിയിൽ ജയിച്ചത്, അന്ന് കോടിയേരി ബാലകൃഷ്ണൻ അല്ലേ ജയിച്ചത്. 2016 21 CPM അവിടെ വിജയിച്ചു, തുടർച്ചയായിട്ട് വിജയിക്കുന്ന മണ്ഡലമാണ്. അവിടെ ഇപ്രാവശ്യം ഷംസീർ കൊണ്ടുവന്നത് ആരെയാണ്? കാരായി രാജനെയാണ്. കാരായി രാജൻ ആരാണെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം, അല്ലെ? കാരായി രാജൻ ഈ TP കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ വെച്ച് രോഗം ബാധിച്ച് മരിച്ചുപോയ കുഞ്ഞനന്ദന്റെ സാക്ഷാൽ എന്താ പറയാ സുപ്പീരിയർ ആണ് കാരായി രാജൻ. ഈ കണ്ണൂരിൽ നടന്നിരിക്കുന്ന കൊലപാതകങ്ങളുടെ ഇപ്പൊ തന്നെ കാരായി രാജൻ ടിപിയുടെ വിധവയും കാരായി രാജനും ഒരുമിച്ച് നിയമസഭയിലേക്ക് എത്തുന്നു. അത് മറ്റൊരു വലിയ വിഷയമാണ്. ഞാൻ ചോദിക്കുന്നത് അതല്ല ശ്രീലേ. കാരായി രാജൻ ഒരു കേസിൽ അന്വേഷണ വിധേയമായി പ്രതി ചേർക്കപ്പെട്ട് കോടതിയിലെത്തി, ഇപ്പൊ ജാമ്യത്തിലാണ്. അങ്ങനെ ജാമ്യത്തിൽ കഴിയുന്ന ഒരാളിനെ മത്സരിക്കാൻ നോക്കൂ. ഈ കേസിൽ കാരായി രാജനെതിരെ ശിക്ഷ വന്നാൽ എന്ത് ചെയ്യും? 3 വർഷത്തിനുള്ള 302 വകുപ്പ്. സ്വാഭാവികമായിട്ടും ശിക്ഷ വന്നാൽ എന്തായാലും 3 വർഷത്തിൽ കുറയാത്ത ശിക്ഷ കാണും. ഒരുപക്ഷെ ജീവപര്യന്തം വരെ പോയേക്കാം. കാരണം ഗൂഢാലോചനയിൽ പങ്കാളിത്തം കൊണ്ട് ഇത് ആസൂത്രണം ചെയ്തു എന്നൊക്കെയാണ് വകുപ്പുകൾ ചാർത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ CBI അടക്കം അന്വേഷിച്ച കേസാണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ കാരായി രാജന് ശിക്ഷ വന്നാൽ എന്തായിരിക്കും? ഈ തലശ്ശേരിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരില്ലേ? CPM വീണ്ടും ജയിക്കുമായിരിക്കാം, പക്ഷെ അത് CPM-നുണ്ടാക്കുന്ന ഡാമേജ്, CPM-ന്റെ പ്രതിച്ഛായയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക ദോഷം അത് ചെറുതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ CPM-നകത്തുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ പി ജയരാജൻ ആരാണെന്നും ഈ പറഞ്ഞതുപോലെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. പി ജയരാജൻ ഒരു നല്ല കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവെന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞതുപോലെ വ്യക്തിഗതമായി സ്വത്തുക്കൾ സമ്പാദിക്കുകയോ പാർട്ടിയെ ഉപയോഗിച്ച് അഴിമതി നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, പി ജയരാജൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ തികഞ്ഞ മുസ്ലിം വിരുദ്ധനാണ്. അല്ല, ഒരു സംശയമല്ല. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പുസ്തകം എഴുതിയ പി ജയരാജൻ, ആ പുസ്തകം പ്രകാശിപ്പിച്ച അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്, ഈ പുസ്തകത്തിൽ പി ജയരാജൻ പറയുന്ന എല്ലാ കാര്യങ്ങളും പി ജയരാജന്റെ അഭിപ്രായമാണ്, പാർട്ടിക്ക് അതിനോട് യോജിപ്പില്ല. എന്ന് വെച്ചാൽ എനിക്ക് യോജിപ്പില്ല എന്നാണ് അർത്ഥം. അല്ലാതെ പാർട്ടിക്ക് അതിനകത്ത് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. എനിക്ക് യോജിപ്പില്ല. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നോവിക്കുന്ന, അതിനെ പോറലേൽപ്പിക്കുന്ന ഒന്നും അംഗീകരിക്കില്ല. അതാണ് പിണറായി വിജയൻ. പക്ഷെ പി ജയരാജൻ അപ്പോഴും തന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ, ഭൂരിപക്ഷ വർഗീയതയാണ് ന്യൂനപക്ഷ വർഗീയതയേക്കാൾ അപകടമെന്നും 2 തരം വർഗീയതകളും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും ഒക്കെ പി ജയരാജൻ പറയുമ്പോഴും പി ജയരാജൻ വളരെ കൃത്യമായിട്ട് ഒരു ആന്റി മുസ്ലിം ആണ് എന്നൊരു പ്രതീതി കണ്ണൂരിലും മലബാറിലും വളരെ ശക്തമാണ്. ആ പി ജയരാജനെ പിണറായിയാണ് വെട്ടിയൊതുക്കി നിർത്തിയിരുന്നത്. ഇപ്പോഴിതാ ആ പി ജയരാജനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് കണ്ണൂരിന്റെ മുക്കിലും മൂലയിലും ഫ്ലക്സുകൾ ഉയരുകയാണ്. കണ്ണൂരിലെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. ഇപ്പൊ പിണറായി വിജയൻ നേരിടുന്ന പ്രശ്നം അതാണ്. പി ജയരാജനെ എന്തിനൊതുക്കി? പി ജയരാജനെ തിരിച്ചു കൊണ്ടുവരൂ, പാർട്ടിയെ രക്ഷിക്കൂ. പണ്ട് കോൺഗ്രസ് പറയുമായിരുന്നു, അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഭരണം നഷ്ടപ്പെട്ട് ഇന്ദിര പ്രതിപക്ഷത്തിരിക്കുന്നു. അപ്പൊ ഈ മൊറാർജി ദേശായിയുടെ പരിചയക്കുറവും ഒക്കെ കൊണ്ട് ചില മണ്ടത്തരങ്ങളൊക്കെ അദ്ദേഹം കാണിച്ചു. അന്ന് ഈ കോൺഗ്രസ് ഉറക്കെ വിളിച്ചൊരു മുദ്രാവാക്യം, ഇന്ദിരയെ വിളിക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ. അതുപോലെ പി ജെയെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ. ഇങ്ങനെ ഒരു വലിയ ക്യാമ്പയിൻ മലബാറിൽ ആരംഭിച്ചിരിക്കുന്നു. അത് അവിടെ നിന്ന് തെക്കോട്ടേക്ക് ഒഴുകി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇങ്ങ് തിരുവനന്തപുരത്ത് പോലും അതിൻ്റെ അലയൊലികൾ എത്തും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിന് വലിയ വെല്ലുവിളിയായിരിക്കും. പിണറായി വിജയന് അതിനേക്കാൾ വലിയ പ്രതിസന്ധി അത് ഉണ്ടാക്കും എന്ന് തീർച്ചയാണ്. എന്തായാലും
നമുക്ക് കാത്തിരിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളിൽ, CPIM-നുള്ളിൽ വിഭാഗീയത അതിരൂക്ഷമായി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് എത്ര ഇല്ല എന്ന് പാർട്ടി പറഞ്ഞാലും ശരി, അതുണ്ട്. അത് വളരെ ശക്തമായി കത്തിജ്വലിക്കും. അതിലേക്കാണ് പാർട്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്കത് കാണാം എന്നു മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ.